സത്യവിശ്വാസി എന്ന് പരിചയപ്പെടുത്തി തെരഞ്ഞെടുത്ത് പറഞ്ഞു, അൽ മുഅ്മിനു മൻ അമിനഹുന്നാസ് അലാ ദിമാഇഹിം വ അംവാലിഹിം. അതെ, ഏതൊരുവന്റെ മുന്നിൽ ജനങ്ങൾ തങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിൽ നിന്നും തങ്ങളുടെ രക്തം ചിന്തിക്കുന്നതിൽ നിന്നും നിർഭയരായോ അവനാണ് മുഅ്മിൻ, അവനാണ് മുഅ്മിൻ എന്ന് ആദരവായ ത്വഹ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനികളെ, പുരോഗതിയുടെ മട്ടുപാവിലാത്തുന്ന ഇന്നെന്റെ സമുദായത്തിന് മനുഷ്യത്വം എന്തെന്ന് പോലും മറന്നു കളഞ്ഞ് തന്റെ അതേ ചോര സഞ്ചരിക്കുന്ന പച്ചമാംസ ശരീരങ്ങളിൽ സംഹാരശേഷിയുള്ള ആയുധങ്ങൾ, കളിക്കോപ്പുകൾ ഉപയോഗിക്കുന്ന ലാഘവത്തോടെ പെരുമാറുന്ന ജൂതകിങ്കരന്മാർ ഇന്ന് ആ ഗസയിൽ മാത്രമാണ് സാമ്പാൾ നൃത്തമാടുന്നുള്ളൂ എങ്കിൽ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നാനനേത്രങ്ങളെ എനിക്ക് തിരിക്കാനുള്ളത് ഭാരത ജനതീയ പാർട്ടി ഭരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയുടെ ഭാവിയിലേക്കാണ്. എന്തിനെന്നോ ആർക്ക് വേണ്ടിയെന്നോ എന്ന് പോലും മാരായാതെ കൂറ്റൻ തടവറകളെ ചൂണ്ടിക്കാണിച്ചും പശുമാംസത്തിന് വേണ്ടി മനുഷ്യമാംസത്തെ പോലും വെട്ടിനുറുക്കുന്ന ഇന്നത്തെ ചെന്നായ്ക്കളുള്ള ഇന്ത്യയുടെ ഭാവി. അതിനാൽ നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി അതിൽ നന്ദി അർപ്പിക്കേണ്ടത് ഒരു അടിമയെന്നോളം ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ പടപ്പുകൾക്കും അത് ബാധകമാണ്. അതല്ല എങ്കിൽ പടച്ചവന്റെ ശിക്ഷ അതികഠിന കഠോരമായിരിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അതിനാൽ നിർഭയത്വം എന്ന അനുഗ്രഹത്തെ അനുഗ്രഹമായി തന്നെ കാണാനും